ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് കോയമ്പത്തൂരിലേക്കാണ്. കോളേജിൻ്റെ പേര് നെഹ്റു കോളേജിലേക്കാണ് പോണത്. സംഭവം എന്താണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് കോൺവെക്കേഷൻ ഡേ. നോർമലി നെഹ്റു കോളേജ് അത് മതി, നിങ്ങൾക്ക് മനസ്സിലാവും പറയാം. അപ്പോൾ ഇന്ന് കോൺവെക്കേഷൻ ഡേ ആണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ, അതായത് ഹരിതാമണി കണ്ടൻ്റെ ഈ വ്ളോഗ് ഇട്ട് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ വ്ളോഗ് ചെയ്യണത്. ഒരു പേയ്മെൻറ്റ് ആദ്യം തന്നെ നമുക്ക് കിട്ടി. അപ്പം അതിന് നേരെ പോവാ. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങണുള്ളൂ. പരിപാടിയൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് സ്പീച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. കോയമ്പത്തൂരിലേക്ക് 47 കിലോമീറ്റർ അല്ലേ, 47 കിലോമീറ്റർ. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ സമയം എത്രയായി? 12 മണി. അവിടെ എത്തുമ്പോൾ എന്തായാലും 1 മണിയാവും. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. 1 മണിയാവും. 12:30 നമ്മൾ എത്തിക്കും. അത് വേറെ വിഷയം. ഇയാൾ എത്തിക്കുന്നത് ഓക്കെ ബ്രോ. ഇതാ സമയം കണ്ടല്ലോ, 12:05. പിന്നെ ഫസ്റ്റ് ഓൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അണ്ണൻ പറയുന്ന ടൈമിൽ കറക്റ്റായി എത്തിക്കുമെന്ന് അറിയില്ല. നീ എത്രടാ പറഞ്ഞേ? 12 അപ്പുറത്താ? അതെന്താ അങ്ങനെ ഒരു ഇത്? എന്താടാ അതാണ് സംഭവം. എടാ ഇതൊന്നും പറ്റില്ല മീൻസ്, അതായത് ഇപ്പൊ ടോളിൽ ഇങ്ങനെ നിർത്തി ആൾക്കാർ അതൊന്നും പറ്റില്ല. നോർമലി ഇവൻ പറഞ്ഞ് 12:45 12:50 ഇതെന്ത് സംഭവം തുറക്കാത്തത്? എന്താ ഇതന്നെ പ്രശ്നം. ഇതേപോലെ തന്നെ അല്ലേ അവർക്കും വിഷമമാവുക. ഫസ്റ്റ് ഓൾ കഴിഞ്ഞിരിക്കുകയാണ്. നേരെ പോവാ. ഇനി 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 ഓഫ് റോഡാണ്. നല്ല റോഡിലൂടെ ഇവിടെ മറ്റേ റോബോ ക്യാമട്ടാ മൊത്തത്തിൽ ഇങ്ങനെ മാറും. ഷോർട്ട് ഓഫ് ദി ഇന്ത്യ. നിനക്ക് നിതം പകരം പാട്ട് പാടുന്നു. വ്ളോഗ് ഇടാതാ. കോപ്പിറൈറ്റ് അടിക്കാൻ അങ്ങനെ പ്രശ്നമില്ല. ഹാഷിറിന്റെ പാട്ടായി തെരഞ്ഞെടുത്തു. ഈ സിമ്പിൾ എനിക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. സുജിന്റെ ഞാനൊന്ന് പറയാൻ പറഞ്ഞു. അവളിങ്ങനെയാണ്, അവളാണ് അത് വിടും. ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല, വളരെ ചെറിയ പ്രശ്നം. അപ്പം വന്നിട്ട് നമ്മൾ ചെറുതായി ലേറ്റായി. കാരണം എന്താ വെച്ചാൽ പരിപാടി കഴിഞ്ഞു. അതായത് സർട്ടിഫിക്കറ്റും കൊടുത്തു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നമ്മുടെ വ്ളോഗിൽ ആഡ് ചെയ്യാം. വീഡിയോ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? അവര് ലാൻഡ്സ്കേപ്പിലിട്ട് നമ്മൾ ഇടില്ല. കാരണം എനിക്ക് വെർട്ടിക്കൽ തന്നെ വേണം. സോറി, ലാൻഡ്സ്കേപ്പ് തന്നെ വേണം. കറക്റ്റ് മെയിൻ റോഡിൽ കയറിയിരിക്കുകയാണ്. എത്ര നേരം കാട്ടിക്കൂടെയായിരുന്നു വന്നിരിക്കുന്നത്. മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വിന്റേജ് വൈബുള്ള സ്ഥലം ഇതിൽ തന്നെ ഞങ്ങൾ അന്ന് കയറിയത്. അവർ ഡെസ്റ്റിനേഷൻ സംഭവം വന്നിട്ട് ഗേറ്റ് 3 എത്തി. പരിപാടി കഴിഞ്ഞു. എന്നാലും പ്രശ്നമില്ല. നമ്മുടെ അണ്ണന്മാർ കറക്റ്റായിട്ട് മീൻസ് അതായത് സെക്യൂരിറ്റികളൊക്കെ നല്ല എന്താ പറയുക, ഫാമിലി ഫ്രണ്ട്ലി. സ്റ്റുഡൻറ് പാർക്കിംഗ് അവിടെ തന്നെയാ. നേരെ പോവുക, പാർക്ക് ചെയ്യുക, പരിപാടിക്ക് കയറുക. DJ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കറക്റ്റ് നെഹ്റു കോളേജിൻ്റെ ഗേറ്റ് 3 അണ്ണാച്ചി എവിടെയോ ആണെന്നാണ് പറയണത്. രാമാനുജൻ ബ്ലോക്ക്. അപ്പോൾ ഇതാ അവിടെ അതേണ്ട യെല്ലോ ഇഷ് ആൾക്കാരുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. ഇതിൽ എവിടെയോ ഉണ്ട് APJ അബ്ദുൽ കലാം ബ്ലോക്ക്. സത്യമായിട്ടില്ല ഗൈസ്. ഇവിടെ ചോദിക്കുക ഐഷൻ്റെ നമ്പർ ഉണ്ട്. അത് ഞാൻ കുഴപ്പമില്ലല്ലോ. ഇതിൽ എവിടെയും ഉണ്ടടാ. നീ ഇതുവിൻ്റെ നമ്പറും എൻ്റെ ഇല്ല, ഐഷൻ്റെ നമ്പറും ഇല്ല. ഹരിതൻ്റെ മാത്രം നമ്പർ എൻ്റെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം എവിടെയാണുള്ളത്. ഇതാരിത്? നീ എന്തടി ആര് ലുക്കില്ല രണ്ടും. ഇത്രയും നല്ല ലുക്കുള്ള ചെക്കനെ വിളിച്ചു വരുത്തിട്ട് ഫോട്ടോ എടുപ്പിക്കുന്ന നായ്ക്കള്. എടാ അതൊക്കെ ഇട്ടു പെട്ടെന്ന് എടുക്കണതേ എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി. അതല്ല പെട്ടെന്നേ അങ്ങനെയാ പറയുന്നത്. നല്ല നല്ല കുട്ടികളുണ്ട്. എന്നെ വിളിച്ചു വരുത്തിയത് ഇവൻ വിധുവിനെ കാണാനാണ്. ഐഷ പിന്നെ പോയി കാര്യമില്ല.
ഞാൻ പറയും ഇവരിന്റെ കോൺവെക്കേഷൻ തല്ലിപ്പൊളി പരിപാടി. സീരിയസ് ആയിട്ട് പറയില്ല, ആരും ഇല്ല, ഒന്നുമില്ല. സംഭവം വന്നിട്ട് ടൈം ലേറ്റ് ആയി, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരുമാതിരി ഇതാ എന്തൊക്കെയോ പറയണ്ട്. ഒരു ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്, മറ്റൊരു ഇതില് വ്ളോഗും എടുക്കുന്നുണ്ട്. എടാ നിക്ക്, എന്താ ചെയ്യാൻ പോണ്? എന്താ അങ്ങനെ ഇരിക്കണം നജി? ആ പോട്ടറാ ഓനെന്തോ ഗൈസ്. അപ്പൊ നമ്മൾ നജീം അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടത്തിലാണ് അവൻ ഇരിക്കുന്നത്. നമ്മളതിപ്പോ ഭക്ഷണം കഴിച്ച് ചെറുതായിട്ടൊന്ന് എന്ത് പിന്നെ റേറ്റ് 100 റുപ്യ, പക്ഷെ നല്ല സാധനം. നമുക്ക് എടുത്തിട്ടൊക്കെ അതിനെ അങ്ങോട്ട് കിടന്നാണ് എണ്ണ വൈബാണ്. ഗോയിങ് ടു ബ്രൂക്ക് ഫീൽഡ്സ് മാൾ, മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 14 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഈ മറ്റേ എന്താണ് കോൺവെക്കേഷൻ ഡേയിൽ മറ്റേ തൊപ്പിയിട്ട ആളാണ് നമുക്കിന്ന് ഫുഡ് വാങ്ങിച്ചു തരുന്നത്. എന്താ പറയണേ? അവൾ കൈ തന്നു, രക്ഷപ്പെട്ടു. വി ആർ ഓൺ ബ്രൂക്ക് ഫീൽഡ്സ് മാൾ. പക്ഷെ ഇത് കാണുന്ന ക്യൂട്ടാണ്. ഇതാണ് സേനം. എൻട്രി എവിടെയാടാ? എൻട്രി എവിടെയാണ്? മറ്റേ അവിടെ നമ്മള് ബ്രൂക്ക് ഫീൽഡ്സ് മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെന്തത്? നമ്മള് ഫുഡ് കോർട്ടും തപ്പി നടത്തുവാണ്. ഫിഷ് സ്പാ അതുപോലെ ചെയ്യാം. എൻ്റെ ഇങ്ങനത്തെ സാധനം നമ്മളെത്ര മാളിൻ്റെ അഡ്വർടൈസ്മെൻറ്റാ. പൊന്നുസ്വാമി ഹോട്ടലിൽ എന്താ സെറ്റല്ലേ? കോഴി സൂപ്പ് എപ്പിടി ഇருக்கு മച്ചാ? நல்லா இருக்கா? തമിഴ് சொல்லடா. എടാ സീരിയസ്ലി എങ്ങനെയുണ്ട്? സൂപ്പില് നാട്ടുകോഴി കിട്ടിയില്ലെന്ന് പറയേണ്ടതാ. സെറ്റപ്പ്. ഇതെന്താ? ചിക്കൻ മീൽസ്, ഫിഷ് മീൽസ്, ബിരിയാണി. ഈ നായി ബിരിയാണി ഞാൻ പറഞ്ഞ എനിപ്പന്നെ എടുത്തടി. ഇവൻ ആരടാ? ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കണം. നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. ഫിഷ് കറി, ഫിഷ് മീൽസ് ഇപ്പോഴാണ് നമ്മൾ കഴിക്കണം. 1271 രൂപ. 1271 റുപ്യൻ്റെ മുതലാണ് അവിടെ ഇരിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഗൈസ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുക അവിടെ വന്നാൽ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇത് കൊള്ളടാ ഗൈസ്. ഫുഡുകൾക്ക് എവിടെ പോയടാ? പൊന്നുസ്വാമി എലൈറ്റുമായി. അതായത് നമ്മൾ നോർമലായിട്ട് ഫർദീന്ന് കിട്ടില്ല ആ സൂപ്പ്, നാട്ടുകോഴി സൂപ്പ് കഴിച്ചു. കൊള്ളായിരുന്നു, പക്ഷേ 241 റുപ്യക്കുള്ളതില്ല. അതുപോലെ തന്നെ ഒരു ഫിഷ് മീല്, ഞാൻ ബിരിയാണി എന്തോട് പറഞ്ഞു, അപ്പോഴാണ് ഫിഷ് മീല് പറഞ്ഞത്. അത് 380 റുപ്പീസ്. ബിരിയാണി 390. പിന്നെ കുറച്ച് കുഴപ്പമില്ലാത്ത ഏതാണ്? ചിക്കൻ മീൽസ് 240. നറുട്ടോ എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും. നമ്മൾ ഫുഡ് കഴിച്ചില്ലേ, അതായത് 1.2K. അതിനുള്ളതില്ല. ഫുഡ് കൊള്ളായിരുന്നു, പക്ഷെ ഒരു കത്തി റേറ്റ്. പോസസ് ഓഫ് നജീം AK. നജീം പോസ് ചെയ്യണം.
വേറെ ലുക്കില് വാങ്ങിക്കാൻ പോണേ പറടാ. യോഗട്ട് തിന്നുള്ളൂ നീ. യോഗട്ട് എന്ന് പറഞ്ഞാൽ മറ്റേതാ സാധനം. നന്നായിണ്ടടാ നീ നടക്കണ കാണാൻ. കിട്ടിയാ? എനിക്കൊന്നും വേണ്ട, നല്ല ടേസ്റ്റ് ആണ്. നീ തിന്നുമ്പോ ഞങ്ങൾ വാങ്ങിച്ചു തരുന്നു. അതിന് നീ കൂളിംഗ് ഗ്ലാസ് എടുക്കണം. എന്തിനാണ് യോഗട്ട് എടുക്കുമ്പോൾ അത് എടുത്തിട്ട് പോകണം. അങ്ങനെയല്ല, യോഗട്ട് എടുക്കുമ്പോ അതിന്റെ ഒരു ഇതിലെടുക്കല്ലോ. ഗൈസ്, അപ്പോൾ നമ്മള് യോഗട്ട് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് യോഗട്ടൊക്കെ കേട് വന്നു. മറൈൻ ഡ്രൈവാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്ഥലം അല്ലേ? ഇവിടെ വൈകിട്ട് അടിപൊളിയാ. ഇത് നല്ല വെള്ളമല്ല, ഒരുമാതിരത്തെ വെള്ളമാ. വ്ളോഗ് ചാനൽ இருக்கு பாறா. நீ என்ன நினைச்சே? இவனுக்கு கடத்திட்டு போற ஆள்கார நினைச்சியா? இடி இவனைக்கெல்லாம் பார்த்தா கடத்திட்டு போற மாதிரியே இருக்கா. உங்க அண்ணன் பாட்டு வைக்கிறேன். அது நாங்க விஜய் ஃபேன் தான்டா. அப்ப எப்படிடா கடத்திட்டு போவோம் நாங்க? உன் பேர் என்ன? ஜெகனா. எனக்கு யோகட் வேணுமா? എന്നിട്ട് വേണം എന്തെങ്കിലും പറയടാ. അവൻ ഇത് വേണമാ? മിൽക്കി ബിസ്റ്റോட യോഗട്ട് தெரியுமா? சாப்பிடுறதுக்கு மீன்ஸ் എന്താ തൈരിന് എന്താ പറയാ? അതിലോട് ரொம்ப நல்லா இருக்குடா. சவடிக்கா பாய்.